എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് അവിൽ കൊണ്ട് എങ്ങനെ ഒരു എഗ് ചെമ്മീൻ റൈസ് ഉണ്ടാക്കാം എന്നതാണ്. ആദ്യമായി ഒരു മീഡിയം സൈസ് ഉള്ള പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ അതിലോട്ട് 1 ടീസ്പൂൺ ജീരകമിട്ട് ഇളക്കി കൊടുക്കാം. ജീരകം ബ്രൗൺ നിറമായാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിനായി 15 മീഡിയം സൈസ് ചെറിയ ഉള്ളികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈ ചേരുവകൾ എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇളക്കി യോജിപ്പിച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക. ഇതിനായി ഒരു 1/2 കപ്പ് ബട്ടൺ മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം മഷ്റൂം വേവിച്ചെടുക്കാൻ. മഷ്റൂം വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേവിക്കുന്നതാണ് ഉചിതം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മഷ്റൂം പകുതി വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഷ്റൂം നന്നായി വെന്ത് കഴിഞ്ഞാൽ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇതിനായി 2 പഴുത്ത തക്കാളി വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 കപ്പ് ഗ്രീൻ പീസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. മുട്ട ഇളക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അവസാനം കഴുകി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശ്രദ്ധിക്കണം, അവൽ കഴുകുമ്പോൾ കുതിർന്നു പോകാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് മാത്രം എടുക്കുക. എഗ് റൈസ് റെഡിയായി കഴിഞ്ഞാൽ അതിലോട്ട് മല്ലിയിലയും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. റൈസ് റെഡിയായി കഴിഞ്ഞാൽ അടുത്തതായി ചെമ്മീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 300 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 ചുമന്നുള്ളി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇവ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് പാൻ ചൂടാക്കിയ ശേഷം അതിലോട്ട് എണ്ണയൊഴിച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്ത ചെമ്മീൻ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.